ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. അതാണ് പത്രലോകം ഇന്ന് തരുന്ന പരമപ്രധാനമായ വാർത്ത. ആ തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായ അട്ടിമറി ഫലമൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാംനാഥ് കോവിന്ദ് അദ്ദേഹം തന്നെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള മനോരമ ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നുണ്ട്. രാഷ്ട്രനാഥ് കോവിന്ദ് എന്ന ശീർഷകത്തിലാണ് അവരത് തരുന്നത്. രാംനാഥ് കോവിന്ദ് പ്രഥമ പൗരനാകുന്ന ആദ്യ BJP നേതാവ്. KR നാരായണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് രാജ്യത്തെ അത്യുന്നത പദവിയിലേക്ക് എത്തുന്ന വ്യക്തി. KR നാരായണന് ശേഷം രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ ദളിതനാണ് രാംനാഥ് കോവിന്ദ്. അതും മനോരമ പറയുന്നു. പക്ഷേ രാംനാഥ് കോവിന്ദ് പ്രഥമ പൗരനാകുന്ന ആദ്യ BJP നേതാവ് എന്നതിനു പകരം ചില പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് ആദ്യ RSS നേതാവ് എന്നാണ്. അതിനൊരു കാരണമുണ്ട്. 1991 രാംനാഥ് കോവിന്ദ് BJPയിൽ അംഗമാകുന്നത്. പക്ഷേ അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം RSSകാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൗലികത BJPക്കാരനെന്ന നിലയ്ക്കല്ല, അതിനെത്രയോ പ്രായമുള്ള പഴക്കമുള്ള RSSകാരൻ എന്ന നിലയ്ക്കാണ്. അത് പ്രതിബദ്ധതയുള്ള RSSകാരൻ എന്ന നിലയ്ക്കാണ്, അല്ലാതെ പ്രതിബദ്ധതയുള്ള BJPക്കാരൻ എന്ന നിലയ്ക്കല്ല കോവിന്ദ് സ്ഥാനാർത്ഥിയായി തീർന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ രാംനാഥ് കോവിന്ദ് പ്രഥമ പൗരനാകുന്ന ആദ്യ RSSകാരൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. രാംനാഥ് കോവിന്ദ് ഇനി 5 വർഷം ഇന്ത്യയുടെ പ്രഥമ പൗരൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 65.65% വോട്ട് നേടി വിജയിച്ച കോവിന്ദ് അടുത്ത ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഭരണപക്ഷ സ്ഥാനാർത്ഥിയായ കോവിന്ദിന് എതിർചേരിയിൽ നിന്ന് വോട്ട് ലഭിച്ചു. മുന്നണി കണക്കിൽ 62.1% വോട്ട് ഉറപ്പുണ്ടായിരുന്ന ഇടത്താണ് 65.65% ലഭിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാറിന് ലഭിച്ചത് 34.65% വോട്ട്. പ്രതിപക്ഷ അംഗബലമനുസരിച്ച് ലഭിക്കേണ്ടിയിരുന്നത് 37.9% എന്ന് പറയുമ്പം ലഭിക്കേണ്ടിയിരുന്നതിനേക്കാൾ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ലഭിക്കേണ്ടിയിരുന്നതിനേക്കാൾ 2% വോട്ട് കുറവാണ് മീരാകുമാറിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാംനാഥ് കോവിന്ദിൻ്റെ വിജയത്തിന് പ്രത്യേക തിളക്കം ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രധാനം, അതാണ് വാർത്തയുടെ പ്രാധാന്യവും. രാംനാഥ് കോവിന്ദ് നടത്തിയ ഒരു പ്രസ്താവനയും മനോരമ 1-ാം പേജിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നു. ഞാൻ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. RSSൻ്റെയും BJPയുടെയും ഒന്നുമല്ല, കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധി, ദളിതരുടെ പ്രതിനിധി എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം തുടർന്ന് പറയുന്നതാണ് ഹൃദയസ്പൃക്കായ വാക്കുകൾ. കാണുക. ഇന്ന് ദില്ലിയിൽ പെയ്ത പെരുമഴ എന്നെ എൻ്റെ ബാല്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ചോരുന്ന വൈക്കോൽ കൂരയിൽ മൺചുമരിനോട് ചേർന്ന് സഹോദരങ്ങൾക്കൊപ്പം മഴ തീരാൻ കാത്തുനിന്ന ദിനങ്ങൾ. മഴയിൽ നനഞ്ഞ് കുതിർന്ന് കൃഷിപ്പണിയും കൂലിപ്പണിയും ചെയ്യുന്ന ഏറെ രാംനാഥ് കോവിന്ദുമാർ ഇക്കാലത്ത് രാജ്യത്തുണ്ടാകും. അത്താഴത്തിനായി രാപകൽ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നവർ. പരൗങ്ക് ഗ്രാമത്തിലെ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത് അവരുടെ എല്ലാം പ്രതിനിധിയായാണ് എന്ന് മനോരമ സ്വപ്നം കാണുകയും ചെയ്യുന്നു. അതാണ് വാർത്ത. ഇത്തവണ വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മനസ്സാക്ഷി വോട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ക്രോസ് വോട്ട്സ്, പക്ഷം വിട്ട് വോട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്, അതിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷം വിട്ട് വോട്ട് ചെയ്യാൻ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ അനുവദിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന, BJPയുടെ പക്ഷം ആരും ഭേദിച്ചില്ല. അതേസമയം കോൺഗ്രസ്സുകാർ ചിന്തിക്കണം, കോൺഗ്രസ്സുകാരുടെ പക്ഷം ഗൗരവതരമായി ഭേദിക്കപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് ആളുകൾ അപ്പുറത്തേക്ക് വോട്ട് ചെയ്തു, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് വോട്ട് ചെയ്തു.
JDUവിൽ നിന്ന് അപ്പുറത്തേക്ക് വോട്ട് പോയി. എന്തിന്? ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോലും അപ്പുറത്തേക്ക് വോട്ട് പോയി. അങ്ങനെ പറയുമ്പോൾ ഈ പാർട്ടികൾക്ക് ഗൗരവതരമായ ഒരു റിവൈവലിസ്റ്റ് വിരുദ്ധ അഥവാ RSS വിരുദ്ധ പ്രത്യയശാസ്ത്രമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, തോൽക്കുമെന്ന് ഉറപ്പുമായിരുന്നു. എങ്കിലും അന്തസ്സായി ലഭിക്കാവുന്ന വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ പോലും കോൺഗ്രസ് അടക്കമുള്ള ഈ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാന കാര്യം. അതിനകത്ത് ഉജ്ജ്വല സ്വഭാവത്തോടെ ഒരുപക്ഷെ ഉദിച്ചുയർന്നു നിൽക്കുന്ന രക്തതാരകമെന്ന നിലയ്ക്ക് ഒരു ഉദാഹരണമായി കേരളം മാറുന്നു. കേരളത്തിൽ നിന്ന് രാംനാഥ് കോവിന്ദിന് ലഭിച്ച ഒരു ഒറ്റ വോട്ട് ഏകാന്ത ദുഃഖം പോലെ നമ്മുടെ രാജേട്ടൻ്റെ വോട്ട്. ആ അർത്ഥത്തിൽ പൊതുവിൽ ഇന്ത്യക്ക് കഴിയാത്തത് കേരളത്തിന് കഴിഞ്ഞു എന്ന് കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ്. ഈ വാർത്തയിലൂടെ വിവൃതമാകുന്ന ആശയങ്ങൾ. മാതൃഭൂമി ഇതേ വാർത്ത തന്നെയാണ് ലീഡാക്കിയിരിക്കുന്നത്. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. അതിന് ശീർഷകമായി അവർ നൽകിയിരിക്കുന്നത് രാഷ്ട്രനാഥൻ എന്നാണ്. രാഷ്ട്രനാഥൻ എന്ന് മാതൃഭൂമി പറയുമ്പോൾ രാഷ്ട്രനാഥ് എന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് മനോരമയ്ക്ക് ഈ ഹിന്ദി പ്രേമം തോന്നിയത്? നോക്കൂ, രാഷ്ട്രനാഥ് എന്ന് പറയുക മാത്രമല്ല, ഹിന്ദി ഭാഷ, ദേവനാഗരി ഭാഷ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന മുകളിലുള്ള വരയുണ്ടല്ലോ, അതും കൂടി ചേർത്ത് അടിച്ചു കൊടുത്തു മനോരമ. എന്തിനു കുറയ്ക്കണം? രാഷ്ട്രനാഥായി ആരും പറയാത്ത ഒരു വാക്ക്. മര്യാദയ്ക്ക് മനോഹരമായി മാതൃഭൂമി അത് ഉചിത ഭംഗിയോടെ രാഷ്ട്രനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ അന്തസ്സ് നിലനിർത്തി മനോരമയ്ക്ക് കഴിയാതെ പോയത്. ഇന്നലെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്ന് തിരിച്ചറിയുന്ന ദിവസമായിരുന്നു. ആ ദിവസം വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ്, നേട്ടത്തിനാണ്. BJP അത്തരമൊരു നേട്ടമാണ് BJPക്ക് ലഭിച്ചത്. BJP സാക്ഷ്യം നിന്നത് അത്തരം ഒരു നേട്ടത്തിനാണ്. അതുകൊണ്ട് വലിയ ആഘോഷങ്ങളുടെ അന്തരീക്ഷത്തിൽ പുതിയ രാഷ്ട്രപതി അധികാരത്തിൻ്റെ ചുവപ്പ് പരവതാനിയിലൂടെ നടന്നു പോകുന്ന ചിത്രം അവതരിപ്പിക്കാൻ അവരാഗ്രഹിച്ചു ഇന്നലെ. പക്ഷേ രാഷ്ട്രീയം പ്രവചനാതീതമായ ഒരു വിഷയമാണ്. അന്തർഗതങ്ങളും അടിയൊഴുക്കുകളും പലപ്പോഴും മുൻധാരണകളെയും മുൻ തീരുമാനങ്ങളെയും കടപുഴക്കുന്ന ഒരു രംഗവുമാണ്. അതാണ് ഇന്നലെ സംഭവിച്ചത്. ആഘോഷത്തിൻ്റെ പൊലിമയിൽ, വർണ്ണപ്പൊലിമയിൽ ജീവിക്കേണ്ട ഇന്നലെ എന്ന ദിനം ഇന്നലെ കേരളത്തിലെ BJP RSS സംഘപരിവാര നേതാക്കൾ ദുഃഖാകുലമായ ആശങ്കയിലാണ് ജീവിച്ചു തീർത്തത്. നോക്കണേ, ആലുങ്ക പഴുത്തപ്പോൾ കാക്കയുടെ വായിൽ പുണ്ണ് എന്ന് പറയുന്നത് മാതിരി സംഘപരിവാരികളുടെ വായിൽ ഇന്നലെ കേരളത്തിൽ പുണ്ണ് പിടിച്ച ദിനമായിരുന്നു. കാരണം BJPക്കെതിരായ കോഴ ആരോപണം കേരളത്തിൽ സഖ്യന് ഇപ്പുറത്തേക്ക് ഒതുങ്ങി നിൽക്കുമെന്ന്, ഇവിടെ നിന്ന് ഉയർന്നുപോയ കോഴ ആരോപണം സഖ്യനിൽ തട്ടി ഇവിടെ തന്നെ ചിതറി വീണ് ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങും എന്നാണ് BJPയും സംഘപരിവാരും നിരൂപിച്ചത് എങ്കിൽ നോക്കൂ, ഇന്നലെ ഇന്ത്യൻ പാർലമെൻറ്റിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന, കിടിലം കൊള്ളിക്കുന്ന ഒരു പ്രശ്നമായി BJPയിലെ കോഴ ആരോപണം, കേരളത്തിലെ കോഴ ആരോപണം മാറിത്തീർന്നു. അതിനും അതിൻ്റേതായ ഒരു കാരണമുണ്ട്. രണ്ടാം UPA സർക്കാരിൻ്റെ അനന്യമായ അഴിമതി പ്രശ്നങ്ങളുണ്ടല്ലോ. അഴിമതി നടത്തിയ, ഒരുപക്ഷെ ചരിത്രത്തിൽ സമാനതയില്ലാത്ത കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി അഴിമതി നടത്തിയ ആ കാലത്തെ മുൻനിർത്തി അധികാരത്തിലേക്ക് വന്ന ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹം പറഞ്ഞു എപ്പോഴും, നോക്കൂ, ഞങ്ങളുടെ കൈ പരിശുദ്ധമാണ്, ഞങ്ങളുടെ മേൽ ഒരു അഴിമതിയുടെ ചെളിയും തെറിച്ചിട്ടേയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആ നിലപാടിൻ്റെ മുഖത്ത് ആഞ്ഞ് ലഭിച്ച ഒരു മാരകപ്രഹരമായിരുന്നു ഇന്നലെ കേരളത്തിൽ ആരംഭിച്ച് പാർലമെൻറ്റിനെ പ്രകമ്പനം കൊള്ളിച്ച ആ മെഡിക്കൽ കോളേജിലെ BJP കോഴ എന്ന പ്രമേയം.
കോഴ ആരോപണം ആടിയുലഞ്ഞ് BJP. ഒന്നാം പേജിൽ ആ വാർത്ത മനോരമയോ മാതൃഭൂമിയോ നൽകിയിട്ടില്ല. പക്ഷേ മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ ആ വാർത്ത നൽകുമ്പോൾ വാരിക്കോരി വാർത്താ പാരാവാരം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പേജ് മുഴുവൻ ഏകദേശം ആ വാർത്ത തന്നെയാണ്. കോഴ ആരോപണം ആടിയുലഞ്ഞ് BJP. ആടിയുലഞ്ഞ് BJP എന്ന് പറയുമ്പോൾ കൊച്ചു കേരളത്തിലെ ചിമിടിനുള്ളിൽ ഒരു ചെറിയ പാർട്ടിയായി അരനൂറ്റാണ്ടായി നിൽക്കുന്ന BJP അല്ല, അഖിലേന്ത്യാ നിലവാരത്തിൽ പടർന്ന് പന്തലിച്ച് നരേന്ദ്രമോദിയുടെ ശിരസ് ഉന്നതമാക്കി നിർത്തിയിരിക്കുന്ന ആ BJP ഉണ്ടല്ലോ, സംഘപരിവാരത്തിൻ്റെ ക്ഷാത്രവീര്യം തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ BJPയുടെ മുഖത്താണ് ആഞ്ഞടി ലഭിച്ചത് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് വാർത്തയ്ക്ക് ദേശീയ പ്രാധാന്യം കൈവരിക്കാനായത്, പാർലമെൻറ്റ് ഇന്നലെ അലങ്കോലമായത്. മാതൃഭൂമി പറയുന്നത് കാണുക. മെഡിക്കൽ കോളേജിന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അനുമതി നൽകാമെന്ന് പറഞ്ഞ് BJP നേതാവ് 5.6 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്നു. നേതാവിനെ പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ BJP കൂടുതൽ പ്രതിരോധത്തിലായി. വിഷയം കേന്ദ്രത്തിലും BJPയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച വാർത്ത ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. വലിയ വാർത്താ പ്രവാഹമാണ് അതുമായി ബന്ധിപ്പിച്ചുണ്ടായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, പാരാവാര സമാനമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ 3-4 മാസങ്ങളായി കേരളത്തിലെ BJP നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിരുന്ന ഒരു പ്രമേയമാണ് ഈ അഴിമതി കഥ. ഈ അഴിമതി കഥയുമായി ബന്ധിപ്പിച്ചൊരു അന്വേഷണ കമ്മീഷനെ BJP തന്നെ ആവിഷ്കരിച്ച് അവതരിപ്പിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ നിരീക്ഷണം, കണ്ടെത്തൽ, അതാണ് ഇന്നലെ അവിചാരിതമായി ചോർന്നത്. BJPയിൽ നിന്ന് തന്നെയാണത് ചോർന്നിരിക്കുന്നത്. അതുകൊണ്ട് BJPയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിരുദ്ധങ്ങളായ ഗ്രൂപ്പുകൾക്കിടയിലുള്ള തർക്കമാണ് ഈ റിപ്പോർട്ട് പുറത്ത് മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ ഉള്ള അവസ്ഥാന്തരം സൃഷ്ടിച്ചത്. അത് BJPക്ക് വലിയ തിരിച്ചടിയായി കേരളത്തിൽ. അതുകൊണ്ടും തീർന്നില്ല, കേരളത്തിലെ ഈ അഴിമതി കേന്ദ്രത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു. കാരണം ഇത് രൂപ വാങ്ങി കേന്ദ്രത്തിലേക്ക്, ദില്ലിയിലേക്ക് ഹവാല മാർഗം കുഴൽപ്പണമായി അയച്ചു കൊടുത്തു. ഗംഭീരമായിരിക്കുന്നു BJPക്കാരുടെ ദേശസ്നേഹം. നമുക്കറിയാം, കഴിഞ്ഞ നവംബറിൽ കള്ളപ്പണം പിടിക്കാൻ ദേശീയ നേതാവ്, ഏറ്റവും ഉന്നതനായ നേതാവ് നരേന്ദ്രമോദി വന്നു നിന്ന് ഗിർവാണമടിച്ചു. എല്ലാ നോട്ടും പിൻവലിക്കുന്നു, കള്ളപ്പണം പിടിക്കാൻ പോകുന്നു. ആ കള്ളപ്പണം പിടിച്ചത് വഴിക്കായി നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് ഭംഗി. എത്ര കള്ളപ്പണമെന്നിപ്പോൾ അവർക്ക് തന്നെ അറിയില്ല. ഊർജിത് പട്ടേലും പറയുന്നു, RBI ഗവർണർ, എനിക്കറിയില്ല കാര്യമൊന്നും. ആ നിലയ്ക്ക് അത് കുളമായി. അത് കുളമാക്കിയതിന് ശേഷം ഇതാ കള്ളപ്പണം കൃത്യം മോദിക്ക് പിടിക്കാം. 5.6 കോടി രൂപ അഴിമതി പണം, അത് ഹവാല മാർഗം കുഴൽപ്പണമായി ദില്ലിയിലെ സതീഷ് നായർക്ക് എത്തിക്കുന്നു. സതീഷ് നായരാണ് അത് BJPയുടെ പൂളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, 71 പുതിയ മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ 17 എണ്ണത്തിനാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സമ്മതി ലഭിച്ചിരിക്കുന്നത്. ബാക്കി സമ്മതി ലഭിക്കണമെങ്കിൽ പോക്കറ്റ് കാണിച്ചുകൊണ്ട് BJPയുടെ നേതാക്കൾ തലങ്ങും വിലങ്ങും നടക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികാരികളെ സമീപിക്കാൻ. ഈ പോക്കറ്റിലേക്ക് പണം തരൂ, ഞങ്ങൾ അംഗീകാരം വാങ്ങിത്തരാം. അംഗീകാരം മാത്രമല്ല, സീറ്റ് കൂടുതൽ വേണമോ അതും വാങ്ങിത്തരാം. 17 കോടിയാണ് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പിരിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 17 കോടി, അതിൻ്റെ അഡ്വാൻസ് ആയിരുന്നു 5.6 കോടി. അങ്ങനെ ദില്ലിയിൽ പണം മുഴുവൻ ഏകോപിപ്പിക്കപ്പെടും. അതിനാണ് സതീഷ് നായരെ പോലെ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന പണം മുഴുവൻ കള്ള ഖജാനയിൽ ശേഖരിക്കും. എന്നിട്ട് തിരിച്ച് സംസ്ഥാനത്തിന് അതിൻ്റെ വിഹിതം നൽകും. ഗംഭീര പരിപാടി. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും. ഇതങ്ങനല്ല, സോഷ്യലിസമുണ്ട്. ഒറ്റയ്ക്ക് വാങ്ങുകയല്ല,
എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുത്തു. കള്ളപ്പണം ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് കേക്കിൻ്റെ ഓരോ കഷ്ണം അവരുടെ ഈ സർവീസിനനുസരിച്ച്, സേവനത്തിനനുസരിച്ച് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കും. അതാണ് അഴിമതിയുടെ പുതിയ മോദി പ്രതിരൂപം. അതാണ് തെളിയിക്കപ്പെട്ടത്. സത്യത്തിൽ അടിയേറ്റത് കുമ്മനത്തിൻ്റെ മുഖത്തല്ല, സാക്ഷാൽ മോദിയുടെ മുഖത്ത് തന്നെയാണ്. അതാണ് ഇന്നലെ പാർലമെൻറ്റിൽ കണ്ടത്. പാർലമെൻറ്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഇന്നലെ പുറത്തേക്ക് പറഞ്ഞതെന്താ, എന്താണ് ഇതിൻ്റെ വിശദാംശം എന്നറിയാൻ മന്ത്രിമാർ പോലും അവരെ തേടി ചെന്നത്രേ ഇന്നലെ ഉച്ച കഴിഞ്ഞ്. അതാണ് അവസ്ഥ. അന്വേഷിക്കുകയാണ് ഗൗരവതരമായി. വാർത്ത കാണുക. റിപ്പോർട്ട് ചോർച്ച നടപടിയുണ്ടാകും. മെഡിക്കൽ കോളേജ് കോഴയെ അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ചോർന്നത് BJP ഗൗരവതരമായി കാണുന്നു. റിപ്പോർട്ട് ചോർത്തിയവർക്കെതിരെയും നടപടിയുണ്ടായേക്കാം. ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായേക്കും. നേരത്തെ ആലപ്പുഴയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാന കോർ കമ്മിറ്റിയും സംസ്ഥാന സമിതിയും ചേരാനായിരുന്നു ആദ്യ തീരുമാനം. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പനി ബാധിച്ച് ആസ്പത്രിയിലായതിനാൽ തിരുവനന്തപുരത്ത് ഭാരവാഹികളുടെ യോഗം മാത്രമാക്കി ചുരുക്കുകയായിരുന്നു. ഇതൊക്കെയാണ് മാതൃഭൂമി പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, രാവിലെ ഈ വാർത്ത വന്നപ്പോൾ ഈ വാർത്ത തന്നെ കള്ളമാണ്, അടിസ്ഥാനമില്ലാത്തതാണ് എന്ന്, ദാ പനി പിടിച്ചു കിടക്കുന്നു എന്ന് മാതൃഭൂമി പറയുന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിവചിച്ചു ആദ്യം മാധ്യമങ്ങളോട്. അപ്പോൾ പനി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാകട്ടെ പിന്നെ പനി വന്നു. കാരണം പനി വന്നില്ലെങ്കിൽ വീണ്ടും മാധ്യമങ്ങളെ കാണേണ്ടി വരും. കാരണം ആ റിപ്പോർട്ട് തന്നെ സത്യസന്ധമാണ് എന്ന് മാധ്യമങ്ങൾക്ക് ബോധ്യമായി. കള്ള റിപ്പോർട്ടൊന്നുമല്ല. കാരണം അവർ തന്നെ അവതരിപ്പിച്ച ഒരു കമ്മിറ്റിയാണ് ഇതേ സംബന്ധിച്ച കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത്. ആ കമ്മിറ്റിയുടെ അന്വേഷകരായിരുന്ന ആളിൻ്റെ ആ ഒപ്പടക്കമാണ് ഇതേ സംബന്ധിച്ച റിപ്പോർട്ട് പത്രങ്ങൾക്ക് ചോർന്ന് കിട്ടിയത്. അങ്ങനെ 2 അംഗ സമിതിയുടെ റിപ്പോർട്ട് അതൊക്കെ കൃത്രിമമാണ് എന്ന് പറഞ്ഞ വിരുദ്ധനായിരുന്നു കുമ്മനം രാജശേഖരൻ. പിന്നെ തുടർന്ന് പനിയായി. വൈകുന്നേരം പനിക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരു പ്രബോധനം അദ്ദേഹം നടത്തി. ഒരാളെ, സതീശനെ പുറത്താക്കി. ഇതായിരുന്നു അതേ സംബന്ധിച്ച വാർത്ത. ഞാൻ പറയുന്നത്, അപ്പം പുറത്താക്കുന്നതിന് എന്ത് കാരണമാണ് ഉണ്ടായിരുന്നത്? കോർ കമ്മിറ്റി ഇന്നലെ ചേരും. കോർ കമ്മിറ്റി ഒന്നും ചേർന്നില്ല, എല്ലാവരെയും ഫോൺ ചെയ്ത് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഒരാളെ പുറത്താക്കി. കോർ കമ്മിറ്റി ഇന്ന് ആലപ്പുഴയിൽ ചേരുമെന്ന് പറഞ്ഞു. എല്ലാം മാറ്റി. കോർ കമ്മിറ്റി ചേരുന്നില്ല, സംസ്ഥാന ഘടകം ചേരുന്നില്ല. നേതൃയോഗം ശനിയാഴ്ച, നാളെ തിരുവനന്തപുരത്ത് ചേരും. അദ്ദേഹമാകട്ടെ പനി പിടിച്ച് ആശുപത്രിയിലുമായിരിക്കുന്നു. ആശുപത്രി സൗകര്യപ്രദമായ ഒരു ഒളിത്താവളം തന്നെയായി മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതേ സംബന്ധിച്ച് ലഭിക്കുന്ന വാർത്ത. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സംസ്ഥാന നേതൃത്വം വാദിക്കുന്നില്ല. മറിച്ച് നടന്നിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയ വകയിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറെ തന്നെ പണം വാങ്ങിയതായി തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമുണ്ട്. ഇനി ഒരു സംസ്ഥാന നേതാവിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഈ നിലയ്ക്ക് സംസ്ഥാനത്തെ കാര്യങ്ങൾ വന്നത് ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗം തിരിഞ്ഞതുകൊണ്ടാണ്. ദേശീയ തലത്തിൽ ഇങ്ങനെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധിശക്തിയൊന്നും അവർക്ക് ഇല്ലാതെ പോയി. കർശനമായ ഈ ചേരിപ്പോരിനിടയിൽ ദേശീയ നേതൃത്വം ഇടപെടുന്നു. മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ കോഴ പ്രശ്നം ദേശീയ നേതൃത്വത്തെയും പ്രതിരോധത്തിലാഴ്ത്തിയ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. അഴിമതി ആരോപണത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി H. രാജ, കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, രാജീവ് പ്രതാപ് റൂഡി എന്നിവർ പരിശോധിച്ച് ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകും. എല്ലാം കള്ളമാണ് എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സത്യത്തിൽ കുമ്മനം രാജശേഖരൻ്റെ മുഖത്ത് ലഭിച്ച കുമ്മനിടിയാണ് ഈ വാർത്ത. കൃത്യമായും ദേശീയ നേതൃത്വം അത് ഏറ്റെടുക്കുകയും അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇന്നും ചിലപ്പോൾ പുറത്താക്കലുകൾ ഉണ്ടായേക്കാം, നടപടികൾ ഉണ്ടായേക്കാം. ആ അവസ്ഥയിലേക്കാണ് കോഴ ആരോപണം BJP നേതൃത്വം ആടി ഉലയുന്നു എന്ന ശീർഷകത്തിൽ വാർത്ത വരാൻ ഇടയാക്കിയത്.
ഈ കോഴ വിജിലൻസിലേക്ക് നീങ്ങുന്നു. അതാണ് യഥാർത്ഥ പ്രശ്നം. കാരണം കോഴയുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടെത്തി, നടപടിയെടുത്തു, പൂട്ടി, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെയല്ലല്ലോ. കൈക്കൂലി വാങ്ങുന്നത് നാട്ടിലെ നിയമമനുസരിച്ച് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ സംശുദ്ധരായിരുന്നു എങ്കിൽ, അവകാശപ്പെടുന്നത് മാതിരി സംശുദ്ധരായിരുന്നു എങ്കിൽ അതിന്മേൽ കേസെടുക്കാൻ ആവശ്യപ്പെടാമായിരുന്നു. അതിനു പകരം അതെല്ലാം കഴിഞ്ഞു എന്ന നിലപാടെടുത്തപ്പോൾ അപ്രതീക്ഷിതമായി ഇതാ കാര്യങ്ങളിൽ ഒതുങ്ങാതെ BJP കോഴ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജിന് കേന്ദ്രാനുമതി ലഭ്യമാക്കാൻ കേരളത്തിലെ BJP നേതാക്കൾ 5.6 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്താവുകയും സംഭവം വിവാദമാവുകയും ചെയ്തതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് DGPയും വിജിലൻസ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അത് കൂനിന്മേൽ കുരു പോലെയായി തീർന്നിരിക്കുന്നു. ജന്മഭൂമി എന്ന പത്രം കാര്യമായി ഇതൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. അവർ ഏതന്വേഷണവും നേരിടാം എന്ന MD രമേശിൻ്റെ പ്രസ്താവന മാത്രമാണ് ഇതുമായി ബന്ധിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അഴിമതി ആരോപണം RS വിനോദിനെ പുറത്താക്കിയ കാര്യം, സതീശനല്ല, RS വിനോദിനെ പുറത്താക്കിയ വാർത്ത മാത്രം കൊടുത്തിരിക്കുന്നു. ഏതന്വേഷണവും നേരിടാം എന്ന MT രമേശിനെ സംബന്ധിച്ച പരാമർശവും അതിനകത്തുണ്ട്, റിപ്പോർട്ടിലുണ്ട്. മറ്റു വാർത്തകൾ ദേശാഭിമാനി തരുന്നത് ഈ ദൃശ്യ സംഭവങ്ങളെ മുൻനിർത്തി രാജിക്കൊരുങ്ങി കുമ്മനം രാജശേഖരനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കാനും തുടർന്നു വരുന്ന ഒഴിവിൽ MT രമേശിനെ പാർട്ടിയുടെ പ്രസിഡൻ്റാക്കാനും സംസ്ഥാന പ്രസിഡൻ്റാക്കാനും നീക്കമുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് മുരളീധരൻ വിഭാഗം ഈ കൊഴാമറിയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് അണിയറയിലെ വർത്തമാനം. ശരിയുമാണ്. അതുകൊണ്ട് രാജിക്കൊരുങ്ങി കുമ്മനം. അതിനി ഉണ്ടാകില്ല, കാരണം കേന്ദ്ര നേതാക്കൾ ഇടപെട്ട് കഴിഞ്ഞു. BJP കേന്ദ്ര നേതൃത്വത്തിന് പരാതി പ്രളയമാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കിനെ മുരളീധരനെ മുൻനിർത്തി ഒരു വശവും MD രമേശിനെ മുൻനിർത്തി മറുഭാഗവും നടത്തുന്ന ഈ വഴക്ക്, ഈ കോൽക്കളി, അതിനെതിരെ പരാതി പ്രളയം തന്നെ വന്നിരിക്കുന്നു BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്. ആ നിലയ്ക്ക് ധാരാളം വാർത്തകൾ ഇതുമായി ബന്ധിപ്പിച്ച് വരുന്നു. പൊറുതി മുട്ടുന്നു BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്. നഴ്സുമാരുടെ സമരം ഒത്തുതീർന്ന ആഹ്ലാദദായകമായ വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പുറത്ത് തരുന്നത്. എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ ആ വാർത്ത തരുന്നു. 3 ആഴ്ചയായി നടന്നു വന്ന സമരം പിൻവലിച്ച വാർത്ത പത്രങ്ങൾ തരുമ്പോൾ അതിൻ്റെ ആഹ്ലാദകരമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. നേഴ്സുമാരുടെ ആവശ്യം 20,000 രൂപ എന്ന സുപ്രീം കോടതി നിർദ്ദേശമായിരുന്നു. ആ 20,000 രൂപയ്ക്ക് പകരം 17,200 രൂപ എന്ന നിലയ്ക്ക് കേരള സർക്കാർ നൽകാനും അത് നൽകാൻ തയ്യാറായിരുന്നു. ഒരു ഘട്ടത്തിൽ വീണ്ടും സമരത്തിലേക്ക് പോയപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നഴ്സുമാർക്കൊപ്പം നിൽക്കുകയും അത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന വാർത്തയാണ്. പിണറായി വിജയൻ മാത്രമല്ല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അത് അംഗീകരിക്കുന്നത് വഴി തർക്കം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ ശമ്പളം 20,000 രൂപ നഴ്സസ് സമരം പിൻവലിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ 3 ആഴ്ചയോളമായി നടത്തി വന്ന സമരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഒത്തുതീർന്നു. നഴ്സുമാരുടെ കുറഞ്ഞ ശമ്പളം 20,000 രൂപയായി നിജപ്പെടുത്തി എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അണ്ടകടാഹങ്ങളെ ചുംബിക്കുന്ന രീതിയിലുള്ള സമര വിജയമാണ് നഴ്സസുമാരുടെ ഈ പ്രക്ഷോഭം നേടിയെടുത്തത് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം. മായാവതി രാജിവെച്ചു. രാജി ഇന്നലെ സ്വീകരിച്ചില്ല. എന്നാൽ ഒറ്റവരി രാജിക്കത്ത് എഴുതിക്കൊടുത്ത് രാജിയിൽ അഭയം തേടി മായാവതിയുടെ രാജി സ്വീകരിച്ചു. മാധ്യമം ഒന്നാം പുറത്ത് വാർത്ത തരുന്നു. സചിത്രമായ വാർത്ത. ബഹുജൻ സമാജ് പാർട്ടി നേതാവും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ മായാവതിയുടെ രാജ്യസഭയിൽ നിന്നുള്ള രാജി അധ്യക്ഷൻ ഹമീദ് അൻസാരി സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. മുഖ്യ സൂത്രധാരൻ ദിലീപാണ് എന്ന്
സർക്കാർ കോടതിയിൽ പറഞ്ഞ കാര്യം പൊതുവാർത്താ പേജിൽ ജന്മഭൂമിയും തരുന്നു. യുവനടിയെ ആക്രമിച്ച കേസിലെ മുഖ്യസൂത്രധാരൻ നടൻ ദിലീപാണ് എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിവെച്ചു. മറ്റൊരു വാർത്ത അമ്മയുമായി ബന്ധിപ്പിച്ചാണ്. സിനിമാ തൊഴിലാളികളുടെ സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മ കോടികൾ നികുതി വെട്ടിച്ചു. അമ്മ ചില്ലറക്കാരിയല്ല, അമ്മായിയമ്മ തന്നെയാണ് നികുതിയുടെ കാര്യത്തിലും. താരനിശയുടെ മറവിൽ അമ്മ കോടികൾ വെട്ടിച്ചു, നികുതി വെട്ടിച്ചു. താരനിശയുടെ മറവിൽ താരസംഘടനയായ അമ്മ നടത്തിയത് കോടികളുടെ നികുതി വെട്ടിപ്പ് എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന മറ്റൊരു വാർത്ത. ഇനി ഇന്നത്തെ ചിത്രം. മൂന്നാഴ്ചയായി നടന്നു വന്ന ഒരു സമരമായിരുന്നു നഴ്സുമാരുടെ സമരം. ആ ധർമ്മസമരം നീതിപൂർവം അവസാനിച്ചു. നമുക്ക് ഈ ആഹ്ലാദ ചിത്രം ഒന്ന് കാണാം. ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നഴ്സസ് സമര പന്തലാണ്. നിരാഹാര സമരക്കാർക്ക് VS നാരങ്ങ നീര് നൽകി സമരം അവസാനിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിൽ പിണറായി വിഷയം പരിഹരിക്കുന്നു, പുറത്ത് VS സമരം പരിഹരിക്കുന്നു. സത്യത്തിൽ പിണറായിയും VSും ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ എവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് നാം ആലോചിച്ചു പോകും. ഈ ചിത്രം ഇന്ന് സിറാജ് എന്ന പത്രമാണ് ഒന്നാം പുറത്ത് തന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.